പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായിട്ട് കർത്താവ് നൽകിയല്ലോ. ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ വചനം അഭ്യസിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വചനം പഠിക്കുവാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവെഴുത്തുകളെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസിന്റെ കാരാഗ്രഹ എഴുത്തുകൾ ഞങ്ങൾ പഠിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ കർത്താവെ ആ വചനത്തിലെ ജ്ഞാനത്താൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനുള്ള ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അത് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിച്ചമായി തീരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കടന്നു ഓരോരുത്തരെയും തിരുസരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കടന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന കർത്താവ് കൂട്ടി വരുത്തിയായിട്ട് ഒരുമിച്ചായിരിക്കുന്നത് തിരുനാമഹത്വത്തിന് കാരണമായി തീരട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ് കൂടാനായിട്ട് കഴിഞ്ഞില്ല. നേരത്തെ നമ്മൾ ആരംഭിച്ച അതേ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അപ്പോസ്തലനായ പൗലൂസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും മികച്ച ലേഖനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ലേഖനങ്ങളാണ് വാസ്തവത്തിൽ കാരാഗ്രഹ ലേഖനങ്ങൾ, പൗലൂസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ. പൗലൂസിന്റെ കുറച്ചുകൂടെ വൈകാരികമായ എഴുത്തുകൾ ഒക്കെ തന്നെ, വൈകാരികമായ ഭാവം ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകളാണ് ഈ കാരാഗ്രഹ ലേഖനം എന്നുള്ളത്. പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനം പോലുള്ള ലേഖനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കുറച്ചുകൂടെ വ്യക്തിപരമായി അടുത്തു നിന്ന് സംസാരിക്കുന്ന രീതിയിൽ, വൈകാരികമായ അടുപ്പം കാട്ടുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ചിന്തിച്ചത് പൗലൂസ് എങ്ങനെയാണ് കാരാഗ്രഹത്തിൽ എത്തിയെന്നുള്ളതാണ്. അതിന്റെ പശ്ചാത്തലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി. ഇപ്പൊ പൗലൂസ് റോമിലെത്തി എന്നുള്ളത് നമുക്കറിയാം. റോമിൽ കാരാഗ്രഹത്തിൽ പൗലൂസ് കിടക്കുകയാണ്. കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത് വാസ്തവത്തിൽ വീട്ടുതടങ്കലിലാണ്. വീട്ടുതടങ്കൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഗവർണർ ഫെലിക്സും ഫെസ്തുസും ഒക്കെ തന്നെ മാറി മാറി വിചാരണ ചെയ്തിട്ടും യാതൊരു വിധത്തിലുമുള്ള കുറ്റമൊന്നും പൗലൂസിനെതിരെ ചാർത്തുവാനായിട്ട് യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ചതാണ്, അവര് പൗലൂസിനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നു. എന്നാൽ പൗലൂസിന്റെ ആഗ്രഹമായിരുന്നു സീസറുടെ മുമ്പാകെ തനിക്ക് പ്രത്യക്ഷപ്പെടണം, സീസറുടെ മുമ്പാകെ തന്റെ കാര്യം അവതരിപ്പിക്കണം എന്നുള്ളത് പൗലൂസിന്റെ ആഗ്രഹമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവര് വെറുതെ വിടുക എന്നുള്ള ആ കാര്യം ഉപേക്ഷിച്ചിട്ട് പൗലൂസിനെ റോമിലേക്ക് അയക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ തന്നെ വേണമെങ്കിൽ പൗലൂസ് വിചാരിച്ചിരുന്നെങ്കിൽ തനിക്ക് വെറുതെ പോകാമായിരുന്നു. പക്ഷേ റോമിൽ താൻ പോകേണ്ടതാണെന്നുള്ള ദൈവത്തിന്റെ ആലോചന തന്നിൽ കിടക്കുന്നിടത്തോളം കാലം ജയിലിൽ നിന്ന് രക്ഷപ്പെടുക, തടങ്കലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് പൗലൂസിന് ഇഷ്ടപ്പെട്ടത്. നമ്മളത് സാധാരണ വായിക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരണം ഫെസ്തുസും ഫെലിക്സും വിചാരണ ചെയ്തിട്ട് കുറ്റം കണ്ടെത്താത്തത് കൊണ്ട് അവരെ വിടുവാനായിട്ട് പൗലൂസിനെ വിടുവാൻ തീരുമാനമെടുത്തതാണ്. എന്നാൽ പൗലൂസ് തന്നെയാണ് പറഞ്ഞത് എനിക്ക് സീസറിന്റെ മുമ്പാകെ പോകണം. എന്തുകൊണ്ടാണ് സീസറിന്റെ മുമ്പാകെ പോകണമെന്ന് പൗലൂസ് പറയുന്നത്, ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം, നീ റോമിൽ സീസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് ദൈവം അവനോട് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു വിടുതൽ ലക്ഷ്യമാക്കാതെ റോമിലേക്ക് പോകാൻ തന്നെ പൗലൂസ് തീരുമാനമെടുക്കുകയാണ്. താൽക്കാലികമായ വിടുതൽ വേണ്ട എന്ന് പൗലൂസ് വെക്കുന്നു. അങ്ങനെ റോമിൽ എത്തിച്ചേരുന്നു. സീസറിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോ വിചാരണ ചെയ്യപ്പെട്ടോ എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയുന്നില്ല. ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് 2 വർഷത്തോളം പൗലൂസ് ജയിലിൽ കിടന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നീട് റിലീസ് ചെയ്യപ്പെട്ടു. അതിനുശേഷം കുറച്ചു നാളിന് ശേഷം കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ ഈ ബൈബിളിന്റെ പുറത്തു നിന്നുള്ള ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ 2 വർഷം പൗലൂസ് ഈ റോമിൽ കഴിയുകയാണ്. വീട്ടുതടങ്കലിലാണ്. അതായത് അന്നത്തെ സാഹചര്യത്തിൽ പൗലൂസ് തന്നെ റെന്റ് കണ്ടെത്തി, പൗലൂസ് തന്നെ തന്റെ ചിലവുകൾ കണ്ടെത്തി ആ ഒരു ഭവനത്തിൽ താമസിക്കുകയാണ്. അപ്പൊ ആ ഭവനത്തിൽ തനിക്ക് തന്നെ നിരീക്ഷിക്കാനായിട്ട് 1-2 ഗാർഡുകൾ ഉണ്ടാകുക പതിവാണ്. ചില സമയത്ത് അദ്ദേഹം ആ ഗാർഡുകളുമായി ചേർന്ന്, അല്ലെങ്കിൽ തന്റെ പടയാളികളുമായിട്ട് ചേർത്ത് അദ്ദേഹത്തെ ബന്ധിപ്പിക്കുക പതിവാണ്. എന്നാൽ പൊതുവെ മറ്റ്
ക്രിമിനൽസിനുണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരിതപൂർണമായ ഒരു ജീവിതം അവരുടെ റോമൻ പ്രസൻസിൽ ലഭിക്കുന്ന ഒരു ദുരിതപൂർണമായ ജീവിതമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇവിടെ റോമൻ സിറ്റിസൺ എന്നുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ പൗലോസ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പുറത്തു പോയി വിശാലമായി സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ വീട്ടിൽ പാർക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുറത്തു പോകാൻ, അതാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നത്, പലരെയും കൈക്കൊണ്ട് സുവിശേഷം അറിയിച്ചു. അപ്പൊ 2 വർഷം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് കാണുവാൻ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ച് അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് കാണുവാൻ മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്വാതന്ത്ര്യമൊക്കെ വിനിയോഗിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ഗവൺമെന്റിലുള്ള ഉന്നതരായ അധികാരികളോട് തന്നെ, ഇപ്പൊ നമുക്കറിയാമല്ലോ, റോസ്റ്റർ മാറി മാറി വരും പടയാളികളുടെ. അങ്ങനെ തന്നെ ശുശ്രൂഷിക്കാൻ, തന്നെ അല്ലെങ്കിൽ കാവൽ ചെയ്യാൻ, തന്നെ നിരീക്ഷിക്കാൻ വരുന്ന റോസ്റ്റർ മാറി വരുന്ന പടയാളികൾ ഓരോരുത്തരോടും അദ്ദേഹം സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ഏത് സാഹചര്യത്തിലും സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. അത് അദ്ദേഹം ചെയ്തു. ഒരുപാട് പേർ റോമിൽ ആ സമയത്ത് കർത്താവിലേക്ക് വന്നു. അപ്പൊ പൊതുവായിട്ടുള്ള ശുശ്രൂഷകൾ സിനഗോഗിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നത് പൗലോസിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടി 2 വർഷം ഒരിക്കലും പാഴായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള സകലരോടും സുവിശേഷം അറിയിച്ചു. ഉന്നത അധികാരികൾ അദ്ദേഹത്തെ കാണുവാൻ വരിക പതിവായിരുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. അങ്ങനെ സീസറുടെ കൊട്ടാരത്തിലുള്ള ഒരുപാട് പേര് കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഗാർഡുകളായി വന്ന ഒരുപാട് പേര്, പടയാളികളായി വന്ന ഒരുപാട് പേര് കർത്താവിനെ കണ്ടെത്തുവാൻ കാരണമായി തീർന്നു. അത് മാത്രമല്ല, ഇന്നും നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഈടുറ്റ പല ലേഖനങ്ങളും കത്തുകളും ഇന്നും നമ്മെ ദൈവവചനത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ ഉറപ്പിച്ചു നിർത്തുന്ന പല ഈടുറ്റ ലേഖനങ്ങളും അവിടെ നിന്ന് പുറത്തു വരികയാണ്. അങ്ങനെയാണ് 2 വർഷം റോമിൽ പൗലൂസ് ജയിലിൽ കഴിയുക, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ചെലവുകളൊക്കെ താൻ തന്നെ വഹിക്കേണ്ടി വന്നതുകൊണ്ട് നമുക്കറിയാം, ഫിലിപ്പിയ സഭയൊക്കെ അദ്ദേഹത്തിന് കൂട്ടായ്മ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഭീമമായ ഒരു ചെലവൊക്കെ അദ്ദേഹം വഹിച്ചിട്ട് വേണം ആ വീട്ടിലെ അദ്ദേഹത്തിന് കഴിയാനായിട്ട്. ഉള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന വിധത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എഴുത്തുകൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോ ആദ്യം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, ലെറ്ററിൽ, കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി കുറച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ കാലയളവ് നമുക്കറിയാം, റോമിലാണ് എഴുതുന്നത്. കാലയളവ് ഏകദേശം AD 61, 61, 62, 63 കാലഘട്ടത്തിലാണെന്ന് ഭൂരിഭാഗം ബൈബിൾ ചിന്തകരും വിശ്വസിക്കുന്നു. 61 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ്. ഇതാർക്കാണ് എഴുതിയത്? എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇത് എഴുതിയത് എഫേസ്യ സഭയ്ക്കാണ് എന്നുള്ള ഹെഡിങ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവേഷത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ് എഫെസോസിലുള്ള എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ വായിക്കുമ്പോൾ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. somebody can help me if it is in bracket. മലയാളത്തിൽ അത് എഫെസോസിൽ എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ഞാൻ വായിച്ച NKJV-യില് ഇംഗ്ലീഷിൽ ബ്രാക്കറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. മറ്റേതെങ്കിലും വേർഷനിൽ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. പറയാനുള്ള കാരണം, ഇതാർക്കാണ് എഴുതിയത്? അപ്പൊ എഫെസോസിലുള്ള സഭയ്ക്കാണ് എന്നുള്ളത് നമുക്ക് ഹെഡിങ് അവിടെ ഉണ്ട്, ടൈറ്റിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മലയാളം ബൈബിൾ ഉൾപ്പെടെയുള്ള പല വേർഷൻസിലും എഫെസോസിൽ എന്നുള്ള വാക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്? ഈ ലെറ്റർ എഫെസോസിലുള്ള സഭയെ അഭിസംബോധന ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് മലയാളത്തിലൊക്കെ അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ലെറ്ററിന്റെ ഘടന പരിശോധിച്ചാൽ, ഇതിനകത്തെ ഉള്ളടക്കം പരിശോധിച്ചാൽ, ഇതിനെ ഒരു ജനറൽ എപ്പിസ്റ്റലായിട്ടാണ് കണക്കാക്കുന്നത്. ജനറൽ എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ രീതിയിലല്ല. ഇത് ഒരു സർക്കുലേറ്റിംഗ് ലെറ്റർ ആയിട്ട് പല സഭകൾക്ക് ഒരുമിച്ച് എഴുതിയ ഒരു ലെറ്റർ എന്നുള്ള നിലയിലാണ് പല ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സിൽ ഒരു പർട്ടിക്കുലർ സഭയുടെ പേര് അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ബൈബിൾ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് എഫെസോസിലുള്ള സഭയ്ക്ക് കൊടുത്തു എന്നതിനേക്കാൾ കൂടുതൽ ഏഷ്യ മൈനറിലുള്ള പല സഭകൾക്കും
അദ്ദേഹത്തിന്റെ സഹതടവുകനായ തീഹിക്കോസും ഒനേസിമോസും ഒക്കെ തന്നെ നമുക്കറിയാം ഫിലോമോന്റെ അടുത്തേക്കും കൊലോസി സഭയിലേക്കും ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പോയ സഭകളെല്ലാം തന്നെ വായിക്കട്ടെ എന്ന് കരുതി ഒരു ജനറൽ ലെറ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയാകട്ടെ, നമുക്ക് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് അനുസരിച്ച് തന്നെ പോകാം. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതി എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോ എഫെസോസിലേക്കുള്ള സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ് ഇത് എന്ന് നമ്മൾ കാണുന്നു. എങ്കിൽ കൂടി ഒരു ജനറൽ എപ്പിസ്റ്റലായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ എഫെസോസിലുള്ള സഭയെ കുറിച്ച് നമുക്കറിയാം. ഇത് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 19-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ എഫെസോസിൽ എങ്ങനെയാണ് സഭ രൂപം കൊണ്ടതിനെ കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫെസോസിൽ സഭ രൂപം കൊള്ളാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് ദിനത്തിൽ എഫെസോസിൽ നിന്നുള്ളവരും അന്ന് പെന്തക്കോസ്ത് നാളിൽ അവിടെ പങ്കെടുത്തിരുന്നു. അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടായി ശിഷ്യന്മാരുടെ സുവിശേഷം കേട്ട് ശിഷ്യന്മാരുടെ പ്രസംഗം കേൾക്കാൻ എഫെസോസിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ ഒരു ഘട്ടം എഫെസോസിൽ എങ്ങനെയാണ് സഭ ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു ഒന്നാമത്തെ നമ്മുടെ അല്ലെങ്കിൽ ഒരു നിഗമനം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് നാളിൽ അവിടെ വന്ന് അനുഭവിച്ച മനുഷ്യർ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലുള്ളവർ തിരിച്ച് എഫെസോസിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവരിലൂടെ ഒരു സഭ അവിടെ ഉടലെടുക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത് നമുക്കറിയാം, അപ്പോസ്തലനായ പൗലൂസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ്, രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. എഫെസോസിൽ അധികം കാലം നിൽക്കുന്നില്ല, അവിടേക്കൊന്ന് വരുന്നു. അവിടെ നമുക്കറിയാം ആ സമയത്ത് തന്നെ വരുന്ന മറ്റു രണ്ട് പേരാണ് അക്വിലാവും പ്രിസ്കില്ലായും. അക്വിലാവും പ്രിസ്കില്ലായും അവിടെ കടന്നു വരുന്നു. അതുപോലെ തന്നെ മൂന്നാമതൊരാൾ അപ്പൊല്ലോസ് അവിടെ കടന്നു വരുന്നു. അപ്പം പൗലൂസ് ഞാനിത് തൊട്ടുവിട്ട് പോവുകയാണ്, നിങ്ങൾ അത് പിന്നീട് വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ പൗലൂസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അവിടെ എഫെസോസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊല്ലോസ് അവിടെ കടന്നു വരുന്നുണ്ട്, അക്വിലാവും പ്രിസ്കില്ല അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോ അവിടെ ഒരു സഭയുടെ ഒരു കൂടിവരവ്, വിശ്വസിച്ചവരുടെ ഒരു ചെറിയ കൂട്ടം അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ടവരുടെ കൂട്ടം ഒരു കാണുമായിരിക്കാം. അപ്പം ഈ അപ്പൊല്ലോസും പൗലൂസും അക്വിലാവും പ്രിസ്കില്ലാവും ഒക്കെ ചേർന്ന ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു സഭയുടെ തുടക്കം അവിടെ ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അപ്പൊല്ലോസിലൂടെ അനേകർ കർത്താവിനെ അറിയുന്നുണ്ട്. അവർ യോഹന്നാന്റെ സ്ഥാനത്തെ കുറിച്ചാണ് കേൾക്കുന്നെങ്കിൽ കൂടി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ കേൾക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു സഭയുടെ ആരംഭം പല ഘട്ടങ്ങളിലായി ഇങ്ങനെ സംഭവിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ അവിടെ അനുഭവിച്ച് മടങ്ങി വന്നവർ, അപ്പൊല്ലോസിലൂടെ സുവിശേഷം കേട്ടവർ, അക്വിലാവും പ്രിസ്കില്ലയിലൂടെയും സുവിശേഷം കേട്ട ഒരു കൂട്ടർ. പക്ഷെ വാസ്തവത്തിൽ എഫെസോസിലെ സഭയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ബിഗിനിങ്, ഒരു കൃത്യമായ ഒരു തുടക്കം എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19 ആണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായമാണ്. അത് നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അത് അപ്പോസ്തലനായ പൗലൂസ് തന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിലേക്ക് കടന്നു വരുന്നു. ഏകദേശം 2.5-3 വർഷക്കാലം ഈ എഫെസോസിൽ നിലകൊള്ളുകയാണ്. അപ്പൊല്ലോസിലൂടെ കർത്താവിനെ അറിഞ്ഞ പലരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പോലും കേട്ടിട്ടില്ല എന്ന് അവര് തങ്ങളുടെ സ്റ്റോറി പങ്കുവെച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെല്ലാവരും തന്നെ 12 പേരോളം ഉണ്ടായിരുന്നു. അവര് കർത്താവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അതിനുശേഷം അവിടെയുള്ള സിനഗോഗിൽ കർത്താവിന്റെ വചനം താൻ പഠിപ്പിച്ചു പോകുന്നു. അതിനുശേഷമായിട്ട് എതിർപ്പുകൾ ഉണ്ടായപ്പോൾ ഏകദേശം 2 വർഷത്തിലധികം 2.5 വർഷത്തോളം തുർന്നോസിന്റെ പാഠശാലയിൽ പൗലൂസ് എഫെസോസിൽ വചനം പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 19 വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആസിയ മുഴുവൻ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ ഈ എഫെസോസ് എന്നുള്ളത് റോമ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ആസിയയിലുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ്. അങ്ങനെ എഫെസോസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല ആ ഒരു ഭൂഖണ്ഡം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശം മുഴുവൻ 4 പാടേക്കും സുവിശേഷം പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുർന്നോസിന്റെ പാഠശാലയിൽ നിരന്തരം എല്ലാ ദിവസവും വചനം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് അവിടെ നമുക്ക് വായിക്കാനായിട്ട്. അപ്പം പൗലൂസ് അത്രയും അധികം കാലം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് സുവിശേഷ വേല ചെയ്തത്, വചനം പഠിപ്പിച്ചത് വിരളമാണ്. കാരണം എല്ലാവരും അദ്ദേഹം ഒരു സഞ്ചാര സുവിശേഷകനാണ്. വചനം പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത്, സഭകൾ സ്ഥാപിക്കുക, മറ്റുള്ളവർ വചനത്തിൽ ഉറപ്പിക്കുക, മറ്റു സ്ഥലത്തേക്ക് പോകും. പക്ഷെ എഫെസോസിൽ അദ്ദേഹം കുറെ കാലം താമസിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നടന്ന ഒരു റിവൈവലിന്റെ ഭാഗമായി, ഉണർവിന്റെ ഭാഗമായിട്ട്
അത് പരിശുദ്ധാത്മാവിന്റെ ഉണർവ്, ദൈവവചനത്തിന്റെ ഉണർവിന്റെ ഭാഗമായി പൗലൂസ് അവിടെ നിൽക്കുന്നു. എഫെസോസിൽ വളരെ ശക്തമായ ഒരു സഭ ഉടലെടുക്കുന്നു. അപ്പൊ ഇതാണ് എഫെസോസിലെ സഭയുടെ ചരിത്രം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോ എഫെസോസിലുള്ള ഈ സഭ അവിടെ നന്നായിട്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെയുള്ള എൽഡേഴ്സിനെ, അവിടെയുള്ള വിശ്വാസികളൊക്കെ തന്നെ പൗലൂസിന് ഒട്ടുമുക്കാൽ പേരെയും നന്നായിട്ട് പരിചയമുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. കാരണം ഇത്രയും നാള് അവിടെ തുടർന്ന് ഒരേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചത് കൊണ്ട് അടുത്ത് പരിചയമുള്ള ആൾക്കാരാണ് എഫെസോസിലുള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോ അതിനുശേഷമാണ് എഫെസോസിലേക്ക് പോയി മൂന്നാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ യെരുശലേമിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് വീണ്ടും എഫെസോസിലുള്ളവരെ കാണുന്നുണ്ട്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. റോമിലാകുന്നു. ഏകദേശം ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ വിസിറ്റും രണ്ടാമത്തെ വിസിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു 5-6 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കുറെ പുതിയ ആൾക്കാരും ഒക്കെ ആ സഭയിൽ ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത, അദ്ദേഹം സ്ഥാപിച്ച സഭയാണ്, അദ്ദേഹത്തിന് പരിചയമുള്ളവരുണ്ട്. എന്നാൽ 5-6 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ ആൾക്കാരും കാണുമായിരിക്കും. അപ്പൊ അതാണ് സഭയുടെ ഒരു സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എഫെസോസ് എന്ന പട്ടണത്തെ കുറിച്ച് കൂടെ ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാനായിട്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ എഫെസോസ് എന്ന പട്ടണം ദുർമന്ത്രവാദികളുടെ, പ്രത്യേകിച്ച് ഡയാന അല്ലെങ്കിൽ അർത്തമിസ് എന്ന് പറയുന്ന ദേവിയുടെ, അർത്തമിസ് അല്ലെങ്കിൽ ഡയാന, ഈ ദേവിയുടെ ഒരു വലിയ അമ്പലമുള്ള, നമ്മൾ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ആ അമ്പലത്തെ പുരാതന എന്താ പറയുക, ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ ഡയാന അല്ലെങ്കിൽ അർത്തമിസ് ദേവിയുടെ ആ വലിയ ക്ഷേത്രം നിലനിന്നിരുന്ന, ആ വലിയ ബിംബം നിലനിന്നിരുന്ന ആ സ്ഥലത്തെ പുരാതന ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, എത്ര വിപുലമായ വിശാലമായ ഒരു സിറ്റിയാണ്, എത്ര പോപ്പുലർ ആയിട്ടുള്ള സിറ്റിയാണ് എഫെസോസ് എന്ന് മനസ്സിലാക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് കടന്നു വരിക. പ്രത്യേകിച്ച് ഒരു കൾച്ചറൽ റിലീജിയസ് സിറ്റിയാണ്. ഈ ഡയാന അർത്തമിസ് എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റിയാണ്. അപ്പം ആ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചേതനയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വൈകാരികതയുടെ ഒക്കെ തന്നെ ഒരു ദേവിയായിട്ടാണ് അർത്തമിസിനെ നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. അപ്പൊ അർത്തമിസിനെ ചുറ്റിപ്പറ്റി അർത്തമിസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി വിറ്റ് അത് മുഖാന്തരം ധാരാളം പണം സമ്പാദിക്കുക അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ധനസമാഗമന മാർഗമായിരുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ദുർമന്ത്രവാദികൾ ധാരാളമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കും നമ്മളത് കാണുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേരുടെ സുവിശേഷം വ്യാപിച്ചതോടെ ദുർമന്ത്രവാദികൾ തങ്ങളുടെ പുസ്തകങ്ങളെല്ലാം തീക്കിരയാക്കിയിട്ട് കർത്താവിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനേകരുടെ വരുമാന മാർഗം നിലച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ എതിർപ്പുകളും അവിടെ നേരിടാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത്രയും വലിയ നമ്മൾ പൈശാചികമായ കോട്ട നിലനിന്നിരുന്ന, ദുർമന്ത്രവാദം ഒക്കെ നിലനിന്നിരുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴും പൗലൂസ് പറയുന്നൊരു കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഒന്നുകൂടെ ഓർപ്പിച്ചു പോകുന്നു. പൗലൂസിന്റെ ഫോക്കസ് മുഴുവൻ ദൈവവചനം പറയുക എന്നുള്ളതായിരുന്നു, ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ കൃത്യമായി അവരെ വിചാരണ ചെയ്യുന്ന നേരത്തും പൗലൂസ് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുന്നു, നിങ്ങളുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 19 അതിന്റെ 37-ാം വാക്യം, 35 മുതൽ. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫെസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമിസ് മഹാദേവിക്കും ദോവിൽ നിന്നും വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യനാര്, ഇത് എതിർമൊഴിയില്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാകും. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. അവർ ക്ഷേത്രം കവർ ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദൂഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളുമുണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നോക്കൂ, വളരെ ഉത്തമമായൊരു മാതൃകയാണ് പൗലൂസും തന്റെ കൂടെയുള്ള സുവിശേഷകരും കാണിച്ചു തരുന്നത്. അവർക്ക് പറയാൻ വചനം അല്ലാതെ, ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതെ വേറൊന്നുമില്ല. ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് പോലും ആ ദേവിയെ കുറിച്ചൊരു പരാമർശം നടത്തുകയോ അവിടെയുള്ള ബിംബങ്ങളെ കുറിച്ചോ മിഥ്യാമൂർത്തികളെ കുറിച്ചോ ഒരു പരാമർശം അവരുടെ നാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നമുക്കൊരു വലിയ മാതൃകയാണ്. നമ്മൾക്കതിന്റെ ആവശ്യമില്ല. കാരണം അത് പറയാതെ തന്നെ ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, തുറന്നോസിന്റെ പാലശാലയിൽ 2.5 വർഷം നിരന്തരമായി ദൈവവചനം നടന്നു കഴിഞ്ഞപ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളൂടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവിടെ നടന്നു കളഞ്ഞപ്പോൾ, ആരുടെയും പേരെടുക്കാതെ തന്നെ അവിടെയുള്ള ദുർമന്ത്രവാദത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അവിടെയുള്ള പിശാചിന്റെ കോട്ടകൾ അവിടെ പൊട്ടുവാനിടയായി തീർന്നു.
ഒരിക്കൽ പോലും അവർ ഇതിനെ ടാർഗറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നല്ലൊരു മാതൃകയാണ്. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി കാക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള പോരാട്ടങ്ങളും ബന്ധനങ്ങളും ഒക്കെ തകർക്കുന്നത് കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ കൃത്യമായി പറയുകയാണ്, അവര് ഒരിക്കൽ പോലും ദേവിയെ ദൂഷിച്ചിട്ടില്ല. പൗലോസ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ദേവിയെ ദൂഷിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷേത്രത്തെ കുറിച്ച് അപമാനം പറഞ്ഞിട്ടില്ല. അപ്പോ നോക്കൂ, ഒരു മതസൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞാൽ മതമൈത്രി നിലനിൽക്കുമ്പോൾ തന്നെ ഒരു മതത്തെ വ്രണപ്പെടുത്താതെ സുവിശേഷം കൃത്യമായി പ്രസംഗിക്കേണ്ട ഉത്തമ മാതൃക വേറെ എങ്ങും നോക്കണ്ട, ബൈബിൾ തന്നെ നോക്കിയാൽ മതി. പക്ഷേ തകരേണ്ടത് സുവിശേഷം പറയുമ്പോൾ തകരും, ഇടിയേണ്ടത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇടിഞ്ഞിരിക്കും. കാരണം വിശാലത വരുത്തുന്നത്, സ്വാതന്ത്ര്യം കൊണ്ടുവരുന്നത്, ബന്ധനങ്ങൾ തകർക്കുന്നത് കർത്താവാണ്. നമ്മൾക്ക് നേരിട്ട് ഇവരുമായിട്ട് ഒരു പോരാട്ടവുമില്ല. നമ്മുടെ ദൗത്യം വചനം പ്രസംഗിക്കുക, ക്രിസ്തുവിനെ ഉയർത്തുക. ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്ത് ഒരു പൈശാചിക ശക്തികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന് എഫെസോസ് പട്ടണം ഉത്തമ മാതൃകയാണ്. അവരുടെ സുവിശേഷ പ്രവർത്തനം ഉത്തമ മാതൃകയാണ്. കാരണം അവരുടെ വായിൽ നിന്ന് തന്നെ, എതിരാളികളുടെ വായിൽ നിന്ന് തന്നെ, ഗവൺമെന്റ് അധികാരികളുടെ വായിൽ നിന്ന് പറയുകയാണ്, ഇവരെ എങ്ങനെ നമ്മൾ കുറ്റം വിധിക്കും? ഇവർ ഇത്രയും നാളും സുവിശേഷം പ്രസംഗിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ദേവിയെ ദൂഷിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, അവർക്കെതിരെ കുറ്റം ചുമത്തുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് കൃത്യമായി പറയുന്നു. നല്ല മാതൃകാപരമായ ഒരു സുവിശേഷ പ്രവർത്തന ഉത്തമ ഉദാഹരണമാണ് പൗലൂസും കൂട്ടരും കാണിച്ചതെന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പോ എഫെസോസ് പട്ടണം അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച, അവരുടെ അല്ലെങ്കിൽ ആ മതത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ പ്രസിദ്ധി ആർജിച്ചു, നമ്മൾ പറയുമ്പോൾ കുപ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. പക്ഷേ കർത്താവ് അവിടെ തന്റെ ഒരു സഭയെ സ്ഥാപിക്കുകയാണ്. എതിരാളികൾ ഒത്തിരിയുള്ള ആ സ്ഥലത്ത്, പോരാട്ടം ഒത്തിരിയുള്ള ആ സ്ഥലത്ത്, പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഒത്തിരിയുള്ള സ്ഥലത്ത് വിശാലമായ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. എഫെസോസിനെ കുറിച്ച് പറയുന്ന വിശാലമായ വാതിലുകൾ. അപ്പോൾ കർത്താവ് വിശാലമായ വാതിൽ തുറക്കുന്നത് സാഹചര്യങ്ങളെല്ലാം നന്നായി പോകുന്നിടത്തല്ല, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്ന ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിലാണ്, ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് സുവിശേഷത്തിന് ഏറ്റവും വിശാലമായ വാതിൽ കർത്താവ് തുറന്നു കൊടുത്തത്. പൗലോസ് ഏറ്റവും അധികം നിന്നത് എന്ന് പറഞ്ഞാൽ നിലയുറപ്പിക്കാത്ത സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്നത്. ആരെയും നിർത്താത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് പൗലോസ് ഏറ്റവും അധികം കാലം നിന്ന് താമസിച്ച് വചനം പഠിപ്പിക്കുകയും കർത്താവിനെ കുറിച്ച് സംസാരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും ചെയ്തത്. അങ്ങനെ എഫെസോസിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ പൗലൂസിന് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ ലെറ്റർ എഴുതുമ്പോൾ, ഈ എഴുത്തുകൾ എഴുതുമ്പോൾ പൗലൂസ് ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. എങ്ങനെയാണ് അവിടെ സഭ സ്ഥാപിച്ചതെന്നും അവിടെ നടന്ന പരിശുദ്ധാത്മാവിന്റെ ഉടമയെക്കുറിച്ചും എല്ലാ ദിവസവും താൻ വചനം പഠിപ്പിച്ചതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഊഷ്മളമായ ഓർമ്മകൾ പൗലൂസിന്റെ ഹൃദയത്തിലേക്ക് ഈ എഴുത്തെഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും വന്നു കാണണം. അങ്ങനെ ഈ ലെറ്റർ അതാണ് പ്രധാനമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ എഫെസോസിലെ സഭയെക്കുറിച്ച്, സിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ ലെറ്റർ എഫെസ്യ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണ് എഫേസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം? 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഒന്ന്, ഈ പർപ്പസിനെ, ഈ ലെറ്റർ എഴുതുന്ന പർപ്പസിനെ കുറിച്ച് പഠിച്ച, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊരിന്ത്യ ലേഖനം എഴുതിയതിന് ഒരു പർട്ടിക്കുലർ കാര്യമുണ്ടായിരുന്നു. ആ സഭയിലുള്ള ചില പ്രശ്നങ്ങളെ കണ്ടിട്ട് ആ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നോണമാണ് കൊരിന്ത്യ ലേഖനമൊക്കെ എഴുതിയത്. ഫിലിപ്പിയ ലേഖനം എഴുതുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ കൊലോസ്യ എഴുതുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പോൾ ഓരോ ലേഖനങ്ങൾ എഴുതിയതിന് സ്പെസിഫിക് ആയിട്ട് ചില റീസൺസ് ഉണ്ട്. എന്നാൽ എഫേസ്യ ലേഖനം എഴുതിയതിന് ഒരു കൃത്യമായ റീസൺ, ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയുക ബുദ്ധിമുട്ടാണ്. ഇന്നും അല്ലെങ്കിൽ വേദശാസ്ത്ര പഠിതാക്കൾ, ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് ഒക്കെ തന്നെ ഏക അഭിപ്രായത്തിൽ പറയുന്നത്, ഐക്യകണ്ഠേന പറയുന്നത്, ഒരു പർട്ടിക്കുലർ റീസൺ എഫെസോസിലെ സഭയ്ക്ക് കത്തെഴുതാൻ പൗലോസിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചലഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളിയോ അങ്ങനെ ഒരു ചോദ്യങ്ങളോ ഒന്നും തന്നെ പൗലോസിന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞത് ഇതിനൊരു ജനറൽ എപ്പിസ്റ്റൽ ആണെന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന, പൊതുവായിട്ട് വായിക്കാൻ പറ്റുന്ന, ഇവിടെ വായിച്ച കത്ത് വേറെടുത്ത് കൊടുത്താൽ ആ സഭയ്ക്കും വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊതുവായ ലേഖനമായി ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് എഫേസ്യ ലേഖനം വായിച്ചാലും നമുക്കത് നേരിട്ട് അന്വർത്ഥമാകുന്നതിനും കാരണം അത് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ റീസൺ, ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ടോ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിന് മറുപടിയായിട്ടോ അല്ല എഫേസ്യ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ ചരിത്രകാരന്മാരും വേദശാസ്ത്രജ്ഞരും ഒക്കെ ഐക്യം കണ്ട് അഭിപ്രായപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ദ ക്രൗൺ ഓഫ് പൗളിനിസം എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗലൂസിന്റെ
ലേഖനങ്ങളുടെ, പൗലൂസിന്റെ ഉപദേശങ്ങളുടെ ക്രൗണാണ്, കിരീടമാണ് എഫേസ് ലേഖനം എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് പൗലൂസിന്റെ ഉപദേശങ്ങളുടെ, പൗലൂസിന്റെ ലേഖനങ്ങളുടെ ഒക്കെ തന്നെ ഒരു സമ്മറി, ഒരു സിനോപ്സിസ് ആണ്. ഇപ്പൊ റോമാ ലേഖനവും കൊരിന്ത്യ ലേഖനവും ഗലാത്യ ലേഖനവും പിന്നെ ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എഫേസ് ലേഖനം കിട്ടുമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പം തന്റെ എഴുത്തുകളുടെയൊക്കെ തന്നെ ഒരു കിരീടം, ദ ക്രൗൺ ഓഫ് പോളൈൻ എന്താ കോർപ്പസ്, അല്ലെങ്കിൽ പൊളൈൻ തിയോളജി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സമ്മറി ഓഫ് പൗലൂസിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ ഈ എഫേസ് ലേഖനം എഴുതാനുള്ള ഒരു കാരണം, ഒരു പർട്ടിക്കുലർ കാരണം നമുക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഫേസസിൽ നിന്ന് പൗലൂസ് ഇപ്പോൾ വാങ്ങിപ്പോയിട്ട് ചില വർഷങ്ങളായിരിക്കുന്നു. പുതുതായിട്ട് വന്ന ജെന്റൈൽ അല്ലെങ്കിൽ ഇതര മത വിഭാഗങ്ങളിൽ നിന്ന് വന്ന, രക്ഷിക്കപ്പെട്ടു വന്ന, സുവിശേഷം കേട്ടു വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫെസോസ് എന്ന പട്ടണത്തിന് ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ വരുന്നവർക്ക് ആ പഴയ മതവുമായി, അത് കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ആ പഴയ മതവുമായി, മതത്തിന്റെ ചിന്തകളുമായി, പഴയ എന്താ പറയുന്നത്, ഈ ദുരാത്മാവിന്റെ ആ ബന്ധവുമായിട്ടൊക്കെ ചേർന്നിട്ട് പലരും ഭീതിയിൽ കഴിഞ്ഞിരുന്നു. അപ്പോ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വലിപ്പത്തെ കാണിക്കാൻ, ക്രിസ്തു സകലത്തിനും മുകളിലാണെന്ന് കാണിക്കാൻ കൊലോസ്യ ലേഖനം ഏകദേശം ഇതേ രീതിയിലാണ് ഇതിരിക്കുന്നത്. നമുക്ക് കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോ ഈ ക്രിസ്തു സകലത്തിനും ഉന്നതമാണെന്നും ക്രിസ്തുവിലൂടെ സകലം നിർവഹിക്കപ്പെട്ടുവെന്നും സകല വാഴ്ചകളും അധികാരങ്ങളും സകല പോരാട്ടങ്ങളും ക്രിസ്തു വിജയം കൈവരിച്ചെന്നും ഒക്കെ ഇവരെ ബോധ്യപ്പെടുത്താൻ, ആരെ ബോധ്യപ്പെടുത്താനാണ്? ഈ എഫെസോസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെയും അനാചാരത്തിന്റെയും അനാത്മികതയുടെയും അധാർമികതയുടെ ഒക്കെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ ഭയത്തിൽ കഴിയുന്ന ഒരു കൂട്ടരുണ്ട്, ഇപ്പോഴും പേടിച്ചു കഴിയുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പൊ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, അവരെ ഒന്ന് ബലപ്പെടുത്തേണ്ടതിന്, നിങ്ങൾ ക്രിസ്തുവിങ്കലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ജയിച്ചവനാണെന്നും ഈ സകല ദുർബന്ധമാത്രം മുകളിലാണ് ക്രിസ്തുവിന്റെ സ്ഥാനമെന്നും ഭൂമിയിലും സ്വർഗത്തിലുള്ള സകല അധികാരവും കർത്താവിന്റെ കയ്യിലാണെന്നുമുള്ള ബലം ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടതിന് ഈ ലെറ്റർ എഴുതി എന്ന്, ആ ഒരു പർപ്പസ് ആണ് ഈ ലെറ്ററിന് ഉള്ളതെന്ന് അഭിപ്രായപ്പെടുന്ന ചിലരുണ്ട്. എന്നാൽ പൊതുവായിട്ട് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീസൺ ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പൗലൂസ് പങ്കുവെക്കുന്ന ഒരു ലേഖനമാണ് എഫേസ് ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ പരമപ്രധാനമായ തീം എന്താണ്? ഒരു ഓവർ ആർച്ചിങ് തീം ഇതിനകത്തുണ്ട്. പരമപ്രധാനമായ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് പൗലൂസ് ഇതിനകത്ത്. അതിന് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും പൗലൂസ് പറയുന്ന 3 കാര്യങ്ങൾ ഒരു തീം എന്നുള്ള നിലയിൽ, വിഷയം എന്നുള്ള നിലയിൽ, എഫേസ് ലേഖനത്തിന്റെ വിഷയം എന്നുള്ള നിലയിൽ, ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ വിഷയങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് ഈ എഫേസ് ലേഖനം വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ ഓരോ വാക്യവും അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് കഴിയും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എഫേസ് ലേഖനത്തിന്റെ തീം എന്നുള്ളതിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്ന്, ക്രൈസ്റ്റ് ഹാസ് റീകൺസൈൽഡ് ഓൾ ക്രിയേഷൻ ടു ഹിംസെൽഫ് ആൻഡ് ഗോഡ്. ക്രിസ്തു സകലത്തെയും, പ്രപഞ്ചത്തിലുള്ള സകലത്തെയും നിരപ്പിക്കേണ്ടതിന്, തന്നിലേക്കും ദൈവത്തിലേക്കും നിരപ്പിക്കേണ്ടതിന് കാരണക്കാരനായി തീർന്നു. ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞ് വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ക്രിസ്തുവിലൂടെ ദൈവം പ്രപഞ്ചത്തിലുള്ള സകലത്തെയും, ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലത്തെയും ക്രിസ്തുവിലൂടെ ദൈവം തന്നോട് നിരപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ക്രൈസ്റ്റ് ഹാസ് യുണൈറ്റഡ് പീപ്പിൾ ഫ്രം ഓൾ നേഷൻസ് ടു ഹിംസെൽഫ് ആൻഡ് ടു വൺ അനദർ ഇൻ ഹിസ് ചർച്ച്. സഭയിൽ യഹൂദനെന്നില്ലാതെ യവനനെന്നില്ലാതെ ലോകത്തിലെ സകല ജാതികളെയും ക്രിസ്തുവേശുവിൽ ദൈവം ഒന്നിപ്പിച്ചു. തന്നോടും തമ്മിലും ഉള്ള ഒരു ഐക്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻസ് മസ്റ്റ് ലീവ് ആസ് എ ന്യൂ പീപ്പിൾ. Therefore, Christians must live as a new group of people, a new brand of people. എന്ന് പറഞ്ഞാൽ ദൈവം പ്രപഞ്ചത്തിലുള്ള സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ക്രിസ്തുയേശുവിലൂടെ നിരപ്പിച്ചു. ലോകത്തിലുള്ള സകല മനുഷ്യരെയും, അന്യജാതിയെന്നില്ല, വിജാതിയനെന്നില്ല, യഹൂദനെന്നില്ല എന്ന വേർതിരിവില്ല, സകലരെയും ക്രിസ്തുയേശുവിൽ തന്നോട്, ദൈവത്തോട് നിരപ്പിക്കുകയും തമ്മിൽ മനുഷ്യനെ നിരപ്പിക്കുകയും ചെയ്തു. Therefore, അതുകൊണ്ട് നാം
വിശ്വാസികളായ നാം, ക്രിസ്തുഭക്തരായ നാം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ നാം ഒരു പുതിയ ജനമായി, പുതിയ മനുഷ്യരായി ജീവിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഈ എഫേസ്യർ ലേഖനം പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഞാനത് തുടർച്ചയായിട്ട് മറ്റ് അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അപ്പോ എഫേസ്യർ ലേഖനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നമ്മൾ അധ്യായങ്ങളിലേക്ക് ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പൗലോസാണ് ഇത് എഴുതിയത്. റോമിൽ കാരാഗ്രഹത്തിൽ താൻ കഴിയുമ്പോൾ AD 61, 62, 63 കാലഘട്ടത്തിലായിരിക്കാം ഇത് എഴുതിയെന്ന് അനുമാനിക്കപ്പെടുന്നു. വീട്ടുതടങ്കലിൽ കിടക്കുമ്പോഴും എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു. എഫെസോസിലുമായിട്ട് നേരിട്ട് പൗലൂസിന് ബന്ധമുണ്ടായിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 18 and 19 ഒന്നാമത് അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. എന്നാൽ 19-ാം അധ്യായത്തിൽ പൗലൂസ് ഏകദേശം 2.5-3 വർഷത്തോളം അവിടെ താമസിച്ച് ആ സഭയുടെ വിപുലീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ സഭയുമായി വളരെ അടുത്ത ഒരു വൈകാരിക ആത്മീക ബന്ധം പൗലൂസിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എഫെസോസ് എന്ന പട്ടണത്തെ കുറിച്ച് പഠിച്ചു. അർത്തമിസ് ദേവിയുടെ അല്ലെങ്കിൽ ഡയാനയുടെ വലിയ ബിംബം നിലനിൽക്കുന്ന, വലിയ ക്ഷേത്രം നിലകൊള്ളുന്ന അധാർമികതയുടെ ഒരു വിളനിലമായ പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. ധാരാളം ദുർമന്ത്രവാദികൾ താമസിച്ചിരുന്ന സ്ഥലം. എന്നാൽ പൗലൂസിന്റെ വചന പഠനം, നിരന്തരമായുള്ള ദൈവവചന പഠനവും, തുറന്നോസിന്റെ പാഠശാലയുള്ള വചന പഠനവും, പ്രാർത്ഥനയും, അത്ഭുതങ്ങളും അടയാളങ്ങളും, പരിശുദ്ധാത്മാവിന്റെ ഉണർവും ആ ദേശത്തെ കുലുക്കുകയും മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവര് പറയാതെ തന്നെ, ഇവരെതിർക്കാതെ തന്നെ, ഇവരാക്ഷേപിക്കാതെ തന്നെ സകലതും ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ വെച്ച് അവർ അടിയറവ് പറഞ്ഞ് കർത്താവിനോട് ചേർന്നതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ വലിയൊരു ആസ്യ മുഴുവൻ സുവിശേഷം കൊണ്ട് പരക്കാൻ പൗലൂസിന്റെ അവിടുത്തെ ആ പ്രവർത്തനത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം പൗലൂസ് ഇപ്പോൾ എഫെസോസിൽ നിന്ന് ദൂരെ മാറി റോമിൽ കഴിയുമ്പോൾ ഈ സഭയെക്കുറിച്ച് ഓർക്കുകയാണ്. ഈ സഭയിലെ വിഷയങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാതുകൾ എത്തിക്കാണുമായിരിക്കാം. പർട്ടിക്കുലർ റീസൺ ഇല്ലായെങ്കിൽ കൂടി പുതിയതായിട്ട് വന്ന ഇത്തരത്തിലുള്ള ഭീകരമായൊരു സ്ഥലത്ത് നിന്ന് കർത്താവിലേക്ക് കടന്നു വരുന്ന ആ പുതിയ വ്യക്തികളുടെ മാനസികാവസ്ഥ പൗലൂസിന് അറിയാവുന്നത് കൊണ്ട് ഭയത്തിൽ കഴിയുന്ന കുറച്ചുപേരെങ്കിലും അവിടെ കാണും എന്നുള്ളത് കരുതിക്കൊണ്ട് ക്രിസ്തുവേശുവിന്റെ അധികാരത്തെ, കർത്താവ് സകലത്തിന് മുകളിലാണെന്നും പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാക്കിയവൻ യേശുവാണെന്നും പ്രപഞ്ചത്തിലെ സകല ദുഷ്ടശക്തികളുടെ മേലും കർത്താവിന് അധികാരമുണ്ടെന്നും ഒക്കെയുള്ള ആഹ്വാനവും എൻകറേജ്മെന്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് ഈ ലേഖനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിനോടായിട്ട് 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ചോദിക്കാവുന്നതാണ്. 1-ാമത്തെ അധ്യായം നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല, വളരെ വേഗത്തിൽ പറഞ്ഞു പോകാനായിട്ട് താല്പര്യം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 1-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വചനം നമ്മൾ ഇന്ന് ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് 1-2 അധ്യായങ്ങളൊന്ന് ആവർത്തിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ നമ്മൾ വായിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ പലതും ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഈ അധ്യായങ്ങളുടെ ഘടന അനുസരിച്ച്, വാക്യങ്ങളുടെ ഘടന അനുസരിച്ച്, പ്രത്യേകിച്ച് എഫേസ്യരിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് 1-ാം അധ്യായം തന്നെ ആ 1-ാം വാക്യം മുതൽ 14-15 വാക്യം വരെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല ഈ വാക്യങ്ങളുടെ ഘടന എന്താണ്, എവിടെയാണ് ഇതിനെ നിർത്തേണ്ടത്, എവിടെയാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതൊന്നും നമ്മൾ വേർതിരിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ബൈബിൾ വായിക്കാനും ഗ്രഹിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാകുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 1-2 വാക്യം നമുക്ക് അറിയാവുന്നതാണ്. സാധാരണഗതിയിൽ പൗലൂസ് എല്ലാ തന്റെ എഴുത്തുകളിലും എഴുതുന്ന രീതിയിലുള്ള എഴുത്താണ് എഴുതിയിരിക്കുന്നത്. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ്, എഫെസോസിലുള്ള, മലയാളത്തിൽ എഫെസോസ് എന്നുള്ളത് ബ്രാക്കറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ആദ്യത്തെ ഒരു സല്യൂട്ടേഷൻ. അപ്പം ദ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്. ആ ഗ്രീറ്റിംഗ്സിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ വിശേഷിപ്പിക്കുന്നത്, എഫെസോസിലുള്ളവരെ വിശുദ്ധന്മാരായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ വിശ്വാസികളായിട്ടുള്ളവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശുദ്ധന്മാർ ഓരോരുത്തരും വിശുദ്ധന്മാരാണ്. അവിടെയുള്ള എല്ലാവരും വിശുദ്ധന്മാരാണ്. അതിനർത്ഥം അവരിൽ ഏറ്റക്കുറച്ചിലുകളില്ലെന്നാണോ, അവരിൽ കുറവുകളില്ലെന്നാണോ, അവരിൽ വ്യത്യസ്തതകളില്ലെന്നാണോ, എല്ലാവരും ഒരേ തരത്തിലുള്ള ആത്മീക നിലവാരം പുലർത്തുന്നവരാണെന്നോ, അവിടെ തരംതിരിവുകളൊന്നും തന്നെ ഇല്ല. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വിശുദ്ധനായിട്ടാണ് പൗലൂസ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ എന്ന പേര് നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ വിശുദ്ധിയിലേക്ക് നമ്മൾ വാസ്തവത്തിൽ പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓടി നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ തന്നു. നീ ജയിച്ചവനാണ്, നീ വിജയിച്ചവനാണ്, നീ വിശുദ്ധനാണ്, നീ അല്ലെങ്കിൽ എന്താ പറയുക, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്,
വിളിക്കപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ള ഒരു ഒരു പൂർണ്ണമായ ഒരു വിളിയും വലിയൊരു ആഹ്വാനവും ഒരു ടൈറ്റിലും ഒക്കെ തന്നെ ദൈവം നമുക്ക് നൽകുകയാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ക്രിസ്തുവേശുവിലൂടെയുള്ള ആ വിശുദ്ധി നമുക്ക് വന്നു ചേരുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയിലും മുഴുവൻ വിശുദ്ധനായി തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ വിശുദ്ധനെന്ന് വിളിക്കുകയാണ് ബൈബിൾ. എന്നെ വിശുദ്ധനെന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, നീ വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റുകയുള്ളൂ. നീ വിശുദ്ധനായതുകൊണ്ട് വാക്കും പ്രവൃത്തിയും സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. നീ വിശുദ്ധനായതുകൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകാനായിട്ട് കഴിയില്ല. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ബൈബിൾ. ഇത് എത്ര പറഞ്ഞാലും നമുക്ക് അത് എത്ര വർണ്ണിച്ചാലും അത് മനസ്സിലാവില്ല. കാരണം ഇത് ഒരു മത സംഹിതകൾ മുമ്പോട്ട് വെക്കാത്ത ഒരു ആശയമാണ്. ബാക്കി എല്ലാത്തിന്റെ അവസാനം, അല്ലെങ്കിൽ അവസാനം നമ്മളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയാനായിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ബൈബിൾ വിശുദ്ധന്മാരെ എന്ന് ആദ്യമേ വിളിക്കുകയാണ്. അത് ക്രിസ്തുയേശുവിൽ ഉള്ള വിശുദ്ധി നമ്മിലേക്ക് ചാർത്തപ്പെടുകയാണ്. അതുകൊണ്ട് നാം പാപം ചെയ്യാതിരിക്കണം. നാം വിശുദ്ധന്മാരായതുകൊണ്ട് നാം പാപം ചെയ്യാതിരിക്കണം. നാം പാപം ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ വിശുദ്ധന്മാരായത്, മറിച്ച് നാം വിശുദ്ധന്മാരായതുകൊണ്ട് നാം പാപം ചെയ്യരുത്, പാപത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് ബൈബിളിന്റെ ആഹ്വാനം. അപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ അധികമൊന്നും പറയാനായിട്ടില്ല. അവരെ അഭിസംബോധന ചെയ്യുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന്, കർത്താവിന്റെ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന നമുക്ക് വളരെ പ്രിയപ്പെട്ട, നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന, പലപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യമാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നോക്കൂ, അപ്പോ 1-ാമത്തെ അധ്യായം എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒരു ഗ്രീറ്റിംഗ്സ്, ഒരു അഭിസംബോധനയായിട്ട് നമ്മൾ എടുക്കുന്നു. 3-ാമത്തെ വാക്യം ഒറ്റയ്ക്ക് നമ്മൾ എടുക്കുകയാണ്. 3-ാമത്തെ വാക്യം മാത്രമായി നമ്മൾ എടുക്കുകയാണ്. എന്താണ് 3-ാമത്തെ വാക്യത്തിന്റെ ആശയം? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിന്റെ ആഴം, ആ വാക്യം വാസ്തവത്തിൽ ഒരു ഹെഡിങ് ആണ്, ഒരു ടൈറ്റിലാണ്. എന്തിന്റെ ടൈറ്റിലാണ്? ഇനി താൻ എഴുതാൻ പോകുന്ന 4-ാം വാക്യം മുതൽ ഏകദേശം 14-ാം വാക്യം വരെയുള്ള വാക്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ 3-ാമത്തെ വാക്യം. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പൗലോസ് 3-ാം വാക്യം ഒരു ഹെഡിങ് ആണ്, ഒരു ടൈറ്റിലാണ്. ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ടൈറ്റിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ടൈറ്റിൽ എത്രയേ ഉള്ളൂ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും, എവറി സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള സകല ആത്മീക അനുഗ്രഹവും. 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് വാസ്തവത്തിൽ പൗലോസ് പറയുന്നത്. അപ്പൊ 3-ാം വാക്യം ക്രിസ്തുവിലുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, അതിനുവേണ്ടി പൗലോസ് ദൈവത്തിന് നന്ദി കൊടുക്കുകയാണ്. 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ എന്താണ് ആ അനുഗ്രഹങ്ങൾ എന്ന് പൗലോസ് വിവരിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് 3-ാം വാക്യം ഒന്നുകൂടെ നമ്മൾക്ക് മനസ്സിലാക്കിയാൽ അവിടെ ഒരു ട്രിനിറ്റി കാണാം, ഒരു തൃത്വം കാണാം. എന്താണ് തൃത്വം? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിലാണ് പകർന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൗലോസ് ആർക്കാണ് നന്ദി കൊടുക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പോൾ വർഷിപ്സ് ദ ഫാദർ. പിതാവായ ദൈവത്തിന് പൗലോസ് ആരാധിക്കുകയാണ്, വർഷിപ്പ് ചെയ്യാണ്. ബ്ലെസ്സഡ് ഈസ് ദ ഫാദർ. പിതാവായ ദൈവത്തെ പൗലോസ് ആരാധിക്കുന്നു. എന്തിനാണ് ആരാധിക്കുന്നത്? ക്രിസ്തുവേശുവിൽ നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അവൻ അനുഗ്രഹിച്ചത് കൊണ്ട്. അപ്പം ക്രിസ്തുവേശുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചത് കൊണ്ട്, അപ്പൊ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. ഇനി പിതാവായ ദൈവമാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പിതാവായ ദൈവത്തിന് ആരാധന കൊടുക്കുന്നു. ക്രിസ്തുവിലാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് യേശു ക്രിസ്തുവിനോടെ കാണാം. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് സകല ആത്മീക അനുഗ്രഹങ്ങൾ. ഈ ആത്മീക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. പരിശുദ്ധാത്മാവിനെ നമുക്കവിടെ കാണാം. കൊരിന്ത്യർ ലേഖനത്തിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തുവേശുവിൽ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
ത്രിയേക ദൈവത്തിന്റെ ഒരു പരാമർശമാണ് ഈ 3-ാം വാക്യത്തിൽ. നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിറയ്ക്കാൻ, നമ്മെ ദത്തെടുക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ ഉറപ്പിക്കാൻ, നമ്മെ ഉയർത്താൻ, നമുക്ക് നല്ലൊരു ഭാവി തരാൻ, നമുക്ക് ശുഭപ്രത്യാശ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് നല്ലൊരു പ്രത്യാശ തരാൻ, പാപത്തിൽ നമ്മെ വീണ്ടെടുക്കാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പിതാവായ ദൈവത്തിന് മഹത്വം. എന്തിന്? പുത്രനായ ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തനുഗ്രഹമാണ്? സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീക അനുഗ്രഹം. പരിശുദ്ധാത്മാവിൽ മാത്രമേ എനിക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ പിതാവായ ദൈവം എന്നെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ ഇന്ന് അറ്റൈൻ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ ആ അനുഗ്രഹങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ 3-ാം വാക്യം ഇനി പൗലോസ് എഴുതാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികകളുടെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു ടൈറ്റിലായി, ഒരു ഹെഡിങ് ആയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി ഞാൻ ഇനി തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3-ാം വാക്യം ഒരു ടൈറ്റിലായിട്ട് പറഞ്ഞിട്ട് എന്താണ് സ്പിരിച്വൽ ബ്ലെസ്സിങ്? നമ്മൾ എപ്പോഴും പറയുന്ന വാക്യാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ നിറച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും? വാട്ട് ഈസ് ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്? അതിനെങ്ങും പോയി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ടുള്ള വാക്യങ്ങൾ ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്താണെന്ന് കൃത്യമായി പൗലോസ് വിവരിക്കുകയാണ്. 14-ാം വാക്യം വരെ 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 തരത്തിൽ ഈ ആത്മീയ അനുഗ്രഹങ്ങളെ തിരിക്കാം. അവിടെ നിന്ന് 3 തരത്തിൽ അല്ലെങ്കിൽ 3 രീതിയിൽ അവിടെ ആത്മീക അനുഗ്രഹങ്ങൾ പറയുന്നു. അത് പറഞ്ഞു മാത്രം ഞാൻ ഇവിടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഒന്നാമത് അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആത്മീക അനുഗ്രഹങ്ങളുടെ ഒന്നാമത്തെ പട്ടികയാണ്. ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒന്നാമത്തെ പട്ടിക 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത്, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എന്താണ് ആത്മീക അനുഗ്രഹങ്ങളുടെ ഒന്നാമത്തെ പട്ടിക? പറയുകയാണ്, ഗോഡ് എലക്റ്റഡ് us, ഗോഡ് പ്രീഡിസ്റ്റൈൻഡ് us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു, ദൈവം നമ്മെ മുൻ നിയമിച്ചു. നോക്കൂ, എന്താണ് ആത്മീയ അനുഗ്രഹം? കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തേ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ മുൻ നിയമിച്ചു. അപ്പോൾ ആദ്യത്തെ അനുഗ്രഹത്തിന്റെ ക്രിസ്തുവേശുവിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അനുഗ്രഹം മുൻ നിയമനമാണ്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തതാണ്, നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്. എന്നാൽ നമ്മൾ അടുത്ത വാക്യം അതിന്റെ 7ഉം 8ഉം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. നോക്കൂ, വീണ്ടെടുപ്പാണ് അടുത്തത്, റിഡംഷൻ. കാരണം നമ്മെ മുൻനിയമിച്ചു, നമ്മെ ദത്തെടുത്തു, നമ്മെ കണ്ടിരുന്നു. പക്ഷെ നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് പാപമുണ്ടായി, വീഴ്ച വന്ന മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് കർത്താവ് കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത് നമ്മൾ അതിന്റെ 9ഉം 10ഉം വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, അത് സ്വർഗത്തിലും അവനിൽ താൻ മുൻനിർണയിച്ച പ്രസാദ തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞാൽ റീസ്റ്റോറേഷൻ ഓഫ് ഓൾ തിങ്സ്. എന്റെ വീണ്ടെടുപ്പ് മാത്രം പോരാ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും വീണ്ടെടുപ്പ്, അതിന് മുന്നോടിയായിട്ട് എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ വീണ്ടെടുപ്പ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും വീണ്ടെടുപ്പായി മാറുന്നു. ഞാൻ ഇതിനെക്കുറിച്ചുള്ള അടുത്ത ക്ലാസ് നമുക്ക് ഇതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ സാൽവേഷൻ. ഒരു വ്യക്തി എന്റെ വീഡിയോയിൽ ഉപേക്ഷിച്ചു, എന്റെ കള്ളൂടി ഉപേക്ഷിച്ചു, ഞാൻ കർത്താവിലേക്ക് വന്നു, ധാർമ്മികമായിട്ട് ഞാൻ മെച്ചപ്പെട്ട ജീവിത നിലവാരം നയിക്കുന്നു. നമ്മുടെ സാൽവേഷന്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, സ്കോപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സാൽവേഷന്റെ വലിപ്പം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെയും മുഴുവൻ തൊടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, there is a cosmic effect. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ രക്ഷയ്ക്കും പ്രപഞ്ച ശക്തികളെ മുഴുവൻ തൊടുന്ന തരത്തിലുള്ള ഒരു അധികാരം നമ്മുടെ രക്ഷയ്ക്കകത്തുണ്ട്. അല്ലാതെ കേവലം
ഒരു കുറച്ച് പഴയ സ്വഭാവം അല്ലെങ്കിൽ കുറച്ച് ചീത്ത സ്വഭാവം കൊണ്ടാന്നൊക്കെ വിട്ട് ഞാനിപ്പോ നല്ല മാന്യനായി ചമഞ്ഞു അങ്ങനെയല്ല. ഈ പ്രകൃതിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് പ്രപഞ്ചത്തെ മുഴുവൻ തൊടുന്ന തരത്തിലുള്ള വിസ്ഫോടനകരമായ വലിയൊരു വിശ്വാസവും അധികാരവും പദവിയും ഒക്കെയാണ് രക്ഷയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. അതിനുശേഷം അതിന്റെ പിന്നെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമുക്ക് നൽകിക്കൊണ്ട് ഉറപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സർവത്തെയും ഭൂതാക്കുന്ന, എല്ലാം ക്രിസ്തുവിൽ ഒന്നാക്കുന്ന, അതിലേക്ക് നാം നടന്നെടുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് നാം എന്തായിത്തീരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയും കൂടെ നമുക്ക് നൽകുന്നതായിട്ട് കാണുന്നു. അപ്പോ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും 3-ാം വാക്യം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ അത് മുൻനിയമനമായും ദത്തെടുക്കുന്നതുമായും നമ്മെ വീണ്ടെടുപ്പിലൂടെയും ഒക്കെ കാണിച്ചിട്ട് അത് നമ്മുടെ മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയിൽ എന്റെ സ്ഥാനം സകലത്തെയും ഒന്നാക്കുമ്പോൾ, സകലത്തെയും ഭൂതാക്കുമ്പോൾ, സകലത്തെയും ക്രിസ്തുവിൽ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ സ്ഥാനം ദൈവത്തിന് തൊട്ടു താഴെയാണ്, ക്രിസ്തുവിനോടൊപ്പമാണ് എന്നുള്ളതും കൂടെയാണ് അതിന്റെ അവസാനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അതിന്റെ ആഴവും വ്യാപ്തിയും വളരെ വലുതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ 1-ാമത്തെ അധ്യായത്തിന്റെ ആ ഒരു ഔട്ട്ലൈൻ താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും വചനം വായിക്കുക, ഈ അധ്യായങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അത് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറെ കൂടെ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എഫെസോസിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടും 1-ാം അധ്യായത്തിന്റെ ചെറിയൊരു കാഴ്ചപ്പാട്, അതിന്റെ ഔട്ട്ലൈൻ മാത്രമാണ് പരിശോധിച്ചത്. അതിനെക്കുറിച്ചുള്ള വിപുലീകരണമായ അല്ലെങ്കിൽ വിപുലമായ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താമെന്ന് വിശ്വസിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.